തൃശൂർ നഗരത്തെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് പുലികൾ. 7 ദേശങ്ങളിൽ നിന്നുള്ള പുലികളി സംഘങ്ങളാണ് തൃശൂർ നഗരത്തെ ഉത്സവത്തിമിർപ്പിലാക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി മനു ചേരുന്നുണ്ട്. മനു, തൃശൂർക്കാർക്ക് തൃശൂർ പൂരം പോലെ ആവേശം ജനിപ്പിക്കുന്ന ഒന്നാണ് ഈ പുലിക്കളിയും. ഈ അസുരതാളത്തിനൊത്ത് ചുവട് വെക്കുകയാണ് പുലികൾ. എങ്ങനെയാണ് അവിടെ നിന്നുള്ള വർണ്ണാഭമായ കാഴ്ചകളും മറ്റും? മനു, കേൾക്കാമോ? അസുരതാളത്തിനനുസരിച്ച് ചുവട് വെക്കുകയാണ് പുലികൾ. തൃശൂർ നഗരത്തെ കീഴടക്കിയിരിക്കുകയാണ് 400ഓളം വരുന്ന പുലിക്കൂട്ടങ്ങൾ. വിവരങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും മിലിമ പറഞ്ഞതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഈ തൃശൂർ നഗരം ഒരു പുലികളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച. ഈ രാത്രിയിൽ പുലികൾ ഇങ്ങനെ നഗരവീതിയിലൂടെ പോകുന്നത് കാണാൻ തന്നെ അസാധ്യമായ അതിഗംഭീരമായ ഒരു ഭംഗിയാണ്. ഈ രാത്രി വെളിച്ചത്തിൽ പുലികൾ കടന്നു പോകുന്നത് കാണാൻ സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനുമൊക്കെ അപ്പുറമുള്ള വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയായിട്ട് തന്നെ വേണം പറയാൻ. 5 ദേശങ്ങളും കടന്നു പോയിരിക്കുകയാണ്. അങ്ങനെ ഇനി 2 ദേശങ്ങൾ കൂടിയേ കടന്നു പോകാൻ ബാക്കിയുള്ള എല്ലാവരും കടന്ന് ഇങ്ങനെ ഈ തൃശൂർ നഗരത്തിൽ നായ്ക്കനാലിൽ വന്ന് ഗണപതിക്ക് തേങ്ങയൊടിച്ച് സ്വരാജ് റൗണ്ട് വനം വെച്ച് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ച. സീതാറാം മിൽസ് ദേശത്തിന്റെ കൂടെയായിരുന്നു തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഒന്നാമതായി ഇറങ്ങിയ ദേശമാണ് സീതാറാം മിൽസ്. അവരുടെ കൂടെ തുടക്കം മുതൽ അവസാന നിമിഷം വരെ ഞങ്ങൾ ഇങ്ങനെ റൗണ്ടിലൂടെ ഇങ്ങനെ ആഘോഷത്തോടെ കടന്നു പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. അസാധ്യമായ ജനക്കൂട്ടം. പൂരം കഴിഞ്ഞാൽ ഒരുപക്ഷെ തൃശൂർ കാണുന്ന ഏറ്റവും വലിയ ജനക്കൂട്ടമാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. ഈ റോഡിന് ഇരുവശവും തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് പുരുഷാരം എന്ന് തന്നെ പറയേണ്ടി വരും. ചെണ്ടയുടെ താളത്തിനനുസരിച്ച് പുലികൾ അരമണി കിലുക്കി വയറ് കുലുക്കി നടക്കുമ്പോൾ അതിന്റെ കൂടെ കൈകൾ ഉയർത്തിക്കൊണ്ട് ആളുകൾ താളം പിടിക്കുന്നതും മനോഹരമായ കാഴ്ചയാണ്. മൊബൈലുകളിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ട് ഈ പുലികളി ഇങ്ങനെ ഏറ്റെടുത്ത് തൃശൂർ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ 1 വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു തവണയെങ്കിലും നമ്മൾ ഒരിക്കലും ഇവിടെ വന്ന് ഈ പുലി കാണണം, കണ്ടിരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രമാത്രം രസമാണ്. നമ്മൾ ഈ ടിവിയിൽ കാണുന്ന ഏതാനും ക്യാമറകളിൽ കാണുന്ന ദൃശ്യങ്ങൾക്ക് അപ്പുറത്തേക്കാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത്. അത് 7 ദേശമാണുള്ളത്. ആ 7 ദേശത്തിലായി ഏകദേശം 360ഓളം പുലികളാണുള്ളത്. ഇപ്പോൾ സീതാറാം മിൽസിന്റെ കൂടെയാണെങ്കിൽ 51 പുലികൾ, അതിൽ 49 ആൺപുലികളും 2 പെൺപുലികളുമാണ് സീതാറാം മിൽസിന്റെ കൂട്ടത്തിലുള്ളത്. അങ്ങനെ 51 പുലികളുടെ സംഘമാണ് ഇവരുടെ കൂട്ടത്തിലുള്ളത്. ഇതുപോലെ ബാക്കി 6 ദേശങ്ങളുടെ കൂടെയും 50ലധികം പുലികളുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 360ഓളം പുലികൾ വരും ഈ 7 ദേശങ്ങളും കൂട്ടി. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, ഒരു നഗരം മുഴുവൻ പുലികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച. ഒരുപക്ഷെ തൃശ്ശൂരിന് മാത്രം സ്വന്തമായിട്ടുള്ള, തൃശ്ശൂരിന് അഭിമാനിക്കാവുന്ന ഒരു കലാരൂപം എന്ന നിലയിൽ നമ്മൾ ഇതിനെ കാണണം. ആ രീതിയിൽ തന്നെ നിശ്ചല ദൃശ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിശ്ചല ദൃശ്യങ്ങളൊക്കെ നമുക്ക് മനു ആദ്യമായി ഈ പുലികളി കാണുന്നതിൻ്റെയൊക്കെ ഒരു ആവേശം, അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് വളരെ കൃത്യമായി മനുവിന്റെ വാക്കുകളിൽ പ്രകടമാണ്. വരും വർഷങ്ങളിലും മനു തന്നെ പോകുമായിരിക്കും അല്ലേ? അത് നമുക്ക് കാത്തിരിക്കാം. ഏതായാലും മിനിമ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് പുലികളി നേരിട്ട് കാണുന്നതിന്റെ എല്ലാ സന്തോഷവും എനിക്കിത് പറയുമ്പോൾ ഇവിടെ ഒന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലെങ്കിലും വന്നൊന്ന് കാണണം. കാരണം അത്രമാത്രം രസകരമാണ്, ഒരു അനുഭവം തന്നെയാണ്. ഒരു നഗരം ഇങ്ങനെ ലയിച്ചു നിൽക്കുന്നത് നമ്മളിങ്ങനെ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇതുപോലൊരു ഉത്സവം എന്ന് പറയുന്നത്. ആർപ്പു വിളികളോടെയും മുദ്രാവാക്യം വിളികളോടെയും താളമിട്ടുകൊണ്ടും ഒക്കെ ജനങ്ങൾ പുലികളെ വരവേറ്റ് അങ്ങനെ ആഘോഷത്തോടെ പോകുന്ന കാഴ്ച. അസാധ്യമായ ജനക്കൂട്ടമാണ്. ഈ റൗണ്ടിന് ചുറ്റും നമുക്കറിയാലോ, തൃശ്ശൂരിന്റെ ഒരു ജീവനാടി എന്ന് പറയുന്നത് സ്വരാജ് റൗണ്ടാണ്. ആ റൗണ്ടിന് ചുറ്റും ജനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അത് കിലോമീറ്ററുകൾക്കപ്പുറം ഈ ദേശങ്ങൾ അവരുടെ പുലിമടകളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങിയതാണ്. പുലികൾ ഇറങ്ങിയപ്പോൾ ദേശത്തെ ആളുകൾ കൂടെ വരിയായി റോഡിന് ഇരുവശവും നിന്നുകൊണ്ടാണ് ഈ പുലികളുടെ കൂടെ നഗരത്തിലേക്ക് വന്നത്. നഗരത്തിലേക്ക് വന്നപ്പോൾ പുറം നാടുകളിൽ നിന്നടക്കം ഇത് കാണാൻ വേണ്ടി എത്തിയ ആളുകൾ എല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു ജനസമുദ്രം, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ാണ് അതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഈ പുലിമുഖം മൂലികൾ ഈ വെളിച്ചത്തിൽ ഇങ്ങനെ തിളങ്ങുന്നത് കാണാൻ ഒരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ അത് കാണാമല്ലോ. നല്ല ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഈ പുലിയുടെ മുഖങ്ങൾ ഇങ്ങനെ തിളങ്ങി അവർ ഇങ്ങനെ ചുവട് വെച്ച് വയറ് കുലുക്കി നല്ല കുടവയറുള്ള കുമ്പയുള്ള പുലികളെ കാണാൻ തന്നെ ഒരു പ്രത്യേക അഴകും ഭംഗിയുമാണ്. ആ മുഖത്തേക്ക് നല്ല പുലിമുഖം കൂടി വെച്ചപ്പോൾ അതിന്റെ ഒരു ഗാംഭീര്യം ഇരട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഈ തൃശ്ശൂരിന്റെ സ്വന്തം കളി ഇങ്ങനെ അതിഗംഭീരമായി പുരോഗമിക്കുന്നു.
ഇനി 2 ദേശങ്ങൾ കൂടി കടന്നു പോകാനുണ്ട് ഞങ്ങൾ ഈ നിൽക്കുന്ന ഭാഗത്തിൽ കൂടി. അപ്പോൾ അവരെ കൂടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ 7 ദേശങ്ങളും ഈ റൗണ്ട് ചുറ്റി ഇവിടെ നായ്ക്കനാലിൽ വന്ന് ഗണപതിക്ക് തേങ്ങയൊടിച്ച് പിന്നീട് റൗണ്ട് ചുറ്റി വരുമ്പോഴാണ് അതിന്റെ ഒരു ക്രമം ആചാരം പൂർണ്ണമാവുക എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇത്തവണ നമ്മൾ കണ്ട വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പുലികളി സംഘങ്ങളിൽ തൃശ്ശൂരിലെ ആളുകൾ മാത്രമായിരുന്നില്ല, തൃശ്ശൂരിന് പുറത്തുനിന്ന്, അതായത് പാലക്കാട് ആളുകൾ മാത്രമായിരുന്നില്ല, തൃശ്ശൂരിന് പുറത്തുനിന്ന്, അതായത് പാലക്കാട്ട് നിന്നും കോട്ടയത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അവരൊക്കെ പല ഘട്ടങ്ങളിൽ നമ്മളോട് സംസാരിക്കുകയും ചെയ്തതാണ്. അതായത് ഈ പുലികളിയെ പുറത്തുള്ള ആളുകളും സ്വീകരിച്ച് കാണുന്നതിനപ്പുറത്തേക്ക് അതിൽ പങ്കുചേരാൻ അവരും താല്പര്യപ്പെടുന്നു എന്നതാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ രീതിയിൽ വലിയ സ്വീകാര്യത അങ്ങനെയും നമുക്കതിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഈ കലാരൂപത്തെ വലിയ അനിശ്ചിതത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണ പുലികൾ നടക്കുമോ എന്നൊക്കെ. പക്ഷേ ഈ നാടിൻ്റെ വികാരം പറഞ്ഞ് സർക്കാരും കോർപ്പറേഷനും ഒക്കെ ഒരുമിച്ച് ജനങ്ങളുടെ കൂടെ നിന്നപ്പോൾ ഏറ്റവും ഭംഗിയോടെ 4ാം ഓണനാളിൽ തന്നെ ആ പുലികളി നടന്നു എന്നത് നമുക്ക് ഏറെ സന്തോഷം പകരുന്നതാണ്. നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ സന്തോഷം പകരുന്നതാണ്. ഇവിടെ നമ്മളോട് നേരത്തെ സംസാരിച്ചപ്പോഴൊക്കെ മന്ത്രിമാരടക്കം മന്ത്രി കെ രാജനും ബിന്ദു മിനിസ്റ്ററും ഒക്കെ ആ സന്തോഷം നമ്മളോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ വന്ന അതിഥികളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഈ പുലികളെ ആവേശത്തിൽ ആറാടുക, പെൺപുലികൾ, കരിമ്പുലികൾ, കുട്ടിപ്പുലികൾ എല്ലാവരും കടും നിറങ്ങളിൽ നീരാടി നിരനിരയായി അങ്ങനെ സ്വരാജ് റൗണ്ടിൽ വലം വയ്ക്കുകയാണ്. അവിടെ നിന്നുള്ള ആവേശ കാഴ്ചകളും വിവരങ്ങളുമാണ് മനു പങ്കുവച്ചത്.